നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. മണലൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KB ജയറാം മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റുമാരായ MV അരുൺ, ജെൻസൺ ജെയിംസ്, PB ഗിരീഷ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, സൈദു മുഹമ്മദ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ AM മുൻഷാർ, സലാം, ടോണി അത്താണിക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KB ബാബുരാജ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, ടോളി വിനീഷ്, സുചിത്ര ദിനേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന, ജനപ്രതിനിധികൾ, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഭാസ്കർ റാവുജിയുടെ പേരിൽ ഏർപ്പെടുത്തിയ 22ാമത് സ്മൃതി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനായ വയനാട് കണിയാമ്പറ്റ പള്ളിയാറ് രാമൻ ഏറ്റുവാങ്ങി. വാടനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന് സമീപം ചണ്ഡികേശ്വരി ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ RSS പ്രാന്തീയ പ്രൗഢപ്രമുഖ് K ഗോവിന്ദൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൃഷ്ണൻ കല്ലംപിള്ളി അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രബാബു അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. PR രാംദാസ്, K വരദരാജൻ, ബാലകൃഷ്ണൻ മാവൂർ, മോഹനൻ, ഹരിദാസ് വയനാട്, ഗോപി എന്നിവർ സംസാരിച്ചു. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഈ മാസം 21-ന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഈയാനി എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി 14-ന് ഞായറാഴ്ച രാവിലെ 8:30-ന് പൊങ്കാല നടക്കും. 15-ന് തിങ്കളാഴ്ച ബ്രഹ്മകലശ പൂജ, 16-ന് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം കൊടിയേറ്റം എന്നിവ നടക്കും. 17-ന് ബുധനാഴ്ച നാഗപൂജയും 18-ന് വ്യാഴാഴ്ച വിവിധ താന്ത്രിക ചടങ്ങുകളും ഉണ്ടായിരിക്കും. 19-ന് വെള്ളിയാഴ്ച വൈകിട്ട് ധണ്ഡനും മുണ്ഡനും പൂജയും 20-ന് ശനിയാഴ്ച വൈകിട്ട് ഹനുമാൻ പൂജയും നടക്കും. 21-ന് ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗണപതി ഹോമം ആരംഭിക്കും. 5 ഗജവീരന്മാരും 100-ൽ പരം മേളകലാകാരന്മാരും അണിനിരക്കുന്ന പാഞ്ചാരി മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് വൈകിട്ട് 3:30 കാഴ്ചശീവേലി എന്നിവയും നടക്കും. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പ്രാമാണികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധന, വർണ്ണമഴ എന്നിവയും രാത്രി 9:30-ന് ഗ്രാമബലി, പള്ളിവേട്ട പുറപ്പാട് എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും പാണ്ടിമേളവും നടക്കും. 22-ന് തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ട്, വൈകിട്ട് നടക്കുന്ന വലിയ ഗുരുതി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ട്രഷറർ നിതീഷ് ENT, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നാറ്റിവിറ്റി ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം അതിരൂപത അപ്പസ് ടൊലീറ്റ് ഡയറക്ടർ ഫാദർ ജെന്നി താണിക്കൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് ചാരക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, ജോസഫ് TL, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർ അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് കണ്ടശാങ്കടവ് അമ്പ് സമൂഹത്തിന്റെ പടുകൂറ്റൻ പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. പള്ളി വികാരി ഫാദർ ജോസ് ചാരക്കൽ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. PV ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ജോയ് പള്ളിക്കുന്നത്ത്, PC വർഗീസ് എന്നിവർ സംസാരിച്ചു. ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കുന്ന വാടാനപ്പള്ളി തളിക്കുളം അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
രക്ഷാധികാരി IS വേലായുധൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, സെക്രട്ടറി മോഹൻദാസ് ഇത്തിക്കാട്ട്, കൺവീനർ പീതാംബരൻ കുറുക്കംപര്യ, ഗജാൻജി പ്രദീപ് KB, അമൃതബോധിനി ക്ഷേമസഭ പ്രസിഡന്റ് സ്വാമി പട്ടരുപുരയ്ക്കൽ, അമൃതബോധിനി എഡ്യൂക്കേഷൻ പ്രസിഡന്റ് തിലകൻ KA തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഭൂമി പൂജയും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.